ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 പ്രകാരമുള്ള കുറച്ച് ഹെഡുകൾ നമ്മൾ പറഞ്ഞു. ഹെഡിൽ വരുന്ന ഇൻകംസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് സെക്ഷൻ 56 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള കുറച്ച് ഇൻകംസ് ആണ്. ഏതിൽ വരുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറഞ്ഞ ഹെഡിൽ വരുന്ന ഇൻകംസ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇൻകം ഫ്രം സബ്ലെക്റ്റിംഗ് ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി. അതായത് ഒരു വീട്, അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരാളുടെ വീട് ബി എന്ത് ചെയ്തു? വാടകയ്ക്ക് വാങ്ങിച്ചു. ഓക്കെ, എ എന്ന് പറഞ്ഞ ഒരാളുടെ വീട് ബി എന്ന് പറഞ്ഞ ആൾ വാടകയ്ക്ക് വാങ്ങിച്ചു. ഈ ബി എന്ന് പറഞ്ഞ ആൾ ആ വീട് സി എന്ന് പറഞ്ഞ ആൾക്ക് വാടകയ്ക്ക് കൊടുത്തു. ഓക്കെ, എ എന്ന് പറഞ്ഞ ആളുടെയാണ് വീട്. ആ വീട് ബി എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്തു? വാടകയ്ക്ക് വാങ്ങിച്ചു. എന്നിട്ട് ഈ ബി എന്ന് പറഞ്ഞ ആൾ സി എന്ന് പറഞ്ഞ ആൾക്ക് വാടകയ്ക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ ആൾ വാടകയ്ക്ക് കൊടുത്തത് ബിക്ക് 10,000 രൂപയ്ക്കാണ്. ഓക്കെ, 10,000 രൂപയ്ക്കാണ് ബി എന്ന് പറഞ്ഞ ആൾക്ക് വാടകയ്ക്ക് കൊടുത്തത്. ബി എന്ന് പറഞ്ഞ ആൾ സി എന്ന് പറഞ്ഞ ആൾക്ക് വാടകയ്ക്ക് കൊടുത്തത് 20,000 രൂപയ്ക്കാണ്. അപ്പോൾ ബിക്ക് ഇവിടെ എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട്? 10,000 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, അതാണ് ഇൻകം ഫ്രം സബ്ലെക്റ്റിംഗ് ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് അടയ്ക്കണം? ബി എന്ന് പറഞ്ഞാൽ ടാക്സ് അടയ്ക്കണം. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ്. അതായത് ഇപ്പോൾ പാവപ്പെട്ടവരുടെ കേസ് ഒന്നുമില്ല, കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളുകൾ, അതായത് ഇപ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും നമ്മളൊരു 10,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വർഷത്തിൽ എല്ലാ മാസവും നമുക്ക് എന്തുണ്ടായിരിക്കും? അതിനൊരു നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ അറിയാതെ തന്നെ ക്രെഡിറ്റ് ആവും. ഓക്കെ, നമുക്കതിൽ മെസ്സേജ് വരും, നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റിൽ വലിയ ആൾക്കാർ, അതായത് കുറച്ചും കൂടെ റിച്ചസ്റ്റ് പേഴ്സൺ, ഹൈറ്റ് കൊണ്ട് വലുതല്ല, റിച്ചസ്റ്റ് പേഴ്സൺ, അപ്പോൾ അവരുടെ ബാങ്ക് ഡെപ്പോസിറ്റിൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ടായിരിക്കും, കോടികളും ലക്ഷങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വലിയൊരു എമൗണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ കിട്ടുന്ന വലിയ എമൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ കമ്പനി ഡെപ്പോസിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. ഓക്കെ, പിന്നെ റെമ്യൂണറേഷൻ റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ അതർ ദാൻ ഹിസ് എംപ്ലോയർ ഫോർ ഇവാലുവേഷൻ ആൻസർ സ്ക്രിപ്റ്റ്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ വാല്യുവേഷന് പോവുകയാണ് വിചാരിക്കുക, ആൻസർ ഷീറ്റ് വാല്യുവേഷന് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഷീറ്റ് വാല്യുവേഷന് പോകുമ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കോളേജിലായിരിക്കില്ല എനിക്ക് എന്തുണ്ടായിരിക്കുക? വാല്യുവേഷൻ ക്യാമ്പ് ഉണ്ടായിരിക്കുക. മറ്റൊരു കോളേജിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എനിക്ക് എൻ്റെ എംപ്ലോയർ എന്ന് പറയുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിലെ മാനേജ്മെൻ്റ് ആയിരിക്കില്ല അന്നത്തെ ദിവസത്തെ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ പേയ്മെൻറ്റ് എനിക്ക് തരുന്നത്. ഓക്കെ, ഞാൻ ഏത് കോളേജിലാണോ വാല്യൂ ചെയ്യാൻ പോയത് അപ്പോൾ ആ യൂണിവേഴ്സിറ്റി ആയിരിക്കും എനിക്ക് എന്ത് തരുന്നുണ്ടായിരിക്കുക? ഫീ തരുന്നുണ്ടായിരിക്കുക. അതാണ് റെമ്യൂണറേഷൻ റിസീവ്ഡ് ഫ്രം എ പേഴ്സൺ അതർ ദാൻ ഹിസ് എംപ്ലോയർ ഫോർ ഇവാലുവേഷൻ ആൻസർ സ്ക്രിപ്റ്റ്. ഓക്കെ, പിന്നെ ഇൻകം ഫ്രം റോയൽറ്റി. ഈ റോയൽറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എഴുതുന്നൊക്കെ ഒരാളാണ്. ഓക്കെ, ഞാൻ അത്യാവശ്യം നോവലും കഥയും കവിതയൊക്കെ എഴുതുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു ബുക്ക് ഉണ്ടാക്കി. എന്നിട്ട് ഞാനതൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ അവരെനിക്ക് എന്ത് ചെയ്തു? ക്യാഷ് തന്നു. ഓക്കെ, അങ്ങനെ അവരത് പബ്ലിഷ് ചെയ്തു, അവർക്കും ക്യാഷ് കിട്ടുന്നുണ്ട്, അവരാണ് എനിക്ക് ക്യാഷും തന്നു. അതാണ് ഇൻകം ഫ്രം റോയൽറ്റി, ബുക്ക് പബ്ലിഷൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഡയറക്ടേഴ്സ് ഫ്രീ, റെൻറ്റ് ഫ്രം എ വേക്കൻറ്റ് ലാൻഡ്, ഇൻഷുറൻസ് കമ്മീഷൻ, പിന്നെ ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഇൻകം കിട്ടുന്നുണ്ട്. എവിടുന്നാന്ന് എനിക്ക് വെളിപ്പെടുത്താൻ വലിയ താല്പര്യമില്ല. അതായത് ഞാനിപ്പോൾ ഒരു പ്രൊഫഷൻ, അതായത് ഒരു പ്രൊഫസറാണെന്നുണ്ടെങ്കിൽ എനിക്കതിൽ നിന്ന് ഇൻകം കിട്ടിയാൽ ഞാൻ ടാക്സ് അടയ്ക്കണം. ഓക്കെ, പക്ഷേ ഞാനൊരു പ്രൊഫസറാണെന്നുള്ളത് എനിക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. അതാണ് അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്. ആ സോഴ്സ് ഏതാണെന്നുള്ളത് എനിക്ക് വെളിപ്പെടുത്താൻ എന്തില്ല? താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇൻകം ഞാൻ എന്തടയ്ക്കണം? അതിനും ടാക്സ് അടയ്ക്കണം. ലൈക്ക് അത് അവർക്കറിയില്ല. അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇപ്പോൾ ഏത് വഴി ചെയ്തിട്ടാണ് എനിക്ക് ഇൻകം കിട്ടുന്നതെന്നൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് എന്ത് കിട്ടിയാൽ മതി? ടാക്സ് കിട്ടിയാൽ മതി. അതാണ് ഇൻകം ഫ്രം അൺഡിസ്ക്ലോസ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻകം ഫ്രം പ്രൈവറ്റ് ട്യൂഷൻ. അതായത് ഞാനിപ്പോൾ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഞാൻ അവിടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ എന്തെടുക്കുന്നുണ്ട്? ട്യൂഷൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മാസങ്ങൾ നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യുന്നുമുണ്ട്. പ്രൈവറ്റ് ട്യൂഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇൻകത്തിന് ഞാൻ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻകം ടാക്സ് റീഫണ്ട്. അതായത് ഞാനൊരു 1,00,000 രൂപ ഞാൻ എന്ത് ചെയ്തു? ടാക്സ് അടച്ചു. ഓക്കെ, എനിക്കാണെങ്കിൽ 50,000 രൂപയെ ടാക്സ് അടയ്ക്കാനുള്ളൂ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ.
ബാക്കി 50,000 രൂപ അവിടെ പെൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റുമ്പോൾ ഞാൻ എന്തടയ്ക്കണം? അപ്പോൾ 50,000 രൂപ അവരെനിക്ക് തരുമ്പോൾ ഓഫ് അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി ആയിരിക്കും അവരെനിക്ക് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഇൻട്രസ്റ്റിന് ഞാൻ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഫാമിലി പെൻഷൻ റിസീവ്ഡ് ബൈ ദി ഫാമിലി മെമ്പർ ഓഫ് എ ഡിസീസ്ഡ് എംപ്ലോയി. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാമു എന്ന് പറഞ്ഞ ഒരാൾ, ഈ രാമു എന്ന് പറഞ്ഞ ആൾ മരണപ്പെട്ടു. ഓക്കെ, ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിരുന്ന് മരണപ്പെട്ടു. അപ്പോൾ അങ്ങനെ മരണപ്പെട്ടപ്പോൾ അയാളുടെ ഫാമിലിക്ക് നമ്മൾ എന്തടയ്ക്കും? നമ്മളല്ല, ആ എംപ്ലോയർ പെൻഷൻ കൊടുക്കും. അയാളുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് അവർ പെൻഷൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ കിട്ടുന്ന പെൻഷൻ എന്തടയ്ക്കണം? നമ്മൾ ടാക്സ് അടയ്ക്കണം. ഡിസീസ്ഡ് എംപ്ലോയി, മരിച്ച ആളിനെ അതാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഡിവിഡൻറ്റ് റിസീവ്ഡ് ഫ്രം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഡിവിഡൻറ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിവിഡൻറ്റ് ഇന്ത്യൻ കമ്പനി ആണെങ്കിലും ഫോറിൻ കമ്പനി ആണെങ്കിലും നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അത് സെക്ഷൻ 56 സബ്സെക്ഷൻ 2 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഡിവിഡൻറ്റ് റിസീവ്ഡ് ഫ്രം എ കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നുമാണ് ഡിവിഡൻറ്റ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അത് പറയുന്നത് സെക്ഷൻ 56 സബ്സെക്ഷൻ 1 എന്ന് പറഞ്ഞുള്ള സെക്ഷനിലാണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞ ഹെഡിലാണ് അത് വരുന്നത്. ഓക്കെ, പിന്നെ ഇൻകം ഫ്രം ആക്ടിവിറ്റി ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സസ്, സ്റ്റിപ്പൻഡ്, ട്രെയിനിങ്, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടുവാർഡ്സ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് അറ്റ് ദി ടൈം ഓഫ് പേയ്മെൻറ്റ് ഓഫ് ലംസം ഓഫ് എമൗണ്ട്, അഗ്രികൾച്ചറൽ ഇൻകം റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് അഗ്രികൾച്ചറൽ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആയിരുന്നു. അത് ഔട്ട്സൈഡ് ഇന്ത്യ, അതായത് ഇന്ത്യക്ക് പുറത്തുനിന്നാണ്, വെളിയിൽ നിന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ടാക്സ് അടയ്ക്കണം. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞ ഹെഡിലാണ് അത് വരുന്നത്. ഓക്കെ, പിന്നെ ഇൻകം ഫ്രം ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി, റെൻറ്റ് ഓഫ് ട്രേഡ് മാർക്ക്, സാലറി ഓഫ് MP, MLA ഓർ കൗൺസിൽ. അതായത് അവർക്ക് കിട്ടുന്ന MP-ക്ക്, MLA-ക്ക്, കൗൺസിലിനൊക്കെ കിട്ടുന്ന സാലറിക്ക് നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, മണി എക്സ്പെൻഡിച്ചർ, റെമ്യൂണറേഷൻ ഫ്രം റൈറ്റിംഗ് ആർട്ടിക്കിൾസ് ഇൻ ജേർണൽസ്. ഇതെല്ലാം ഒന്നും പഠിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഐ തിങ്ക് ഞാനിങ്ങനെ ടിക്ക് ഇട്ട് വെച്ചത് കുറച്ചും കൂടി ഈസി ആയിട്ട് പേഴ്സണലി എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സെക്ഷൻ 56 സബ്സെക്ഷൻ 1 പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞ ഹെഡിൽ വരുന്ന കുറച്ച് ഇൻകത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിലും കുറച്ച് പോയിന്റ് പഠിക്കുക, അതുപോലെ തന്നെ മറ്റതിലും, അതായത് സെക്ഷൻ 56 സബ്സെക്ഷൻ 2 എന്ന് പറഞ്ഞ ഹെഡിലും സെക്ഷൻ 56 സബ്സെക്ഷൻ 1 എന്ന് പറഞ്ഞ ഈ ഒരു ഹെഡിലുള്ള കുറച്ച് ഐറ്റംസ് നിങ്ങൾ പഠിക്കുക. മേ ബി ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാം. ഓക്കെ, എനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിവിഡൻറ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ, അതായത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിവിഡൻറ്റ്, കാഷ്വൽ ഇൻകം, ഗിഫ്റ്റ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ഡിഡക്ഷൻ വന്നിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒരു കുറച്ച് പോയിന്റ് നിങ്ങൾ പഠിക്കുകയും ഇപ്പോൾ കാണാണ്ട് പഠിക്കുകയും ചെയ്യുക. ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങളൊന്ന് മൈൻഡിൽ വയ്ക്കുക. ഇതൊക്കെ ഇതിൽ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണെന്ന് വിചാരിക്കും. ഓക്കെ, താങ്ക് യു.